രാഷ്ട്രപിതാവിൻ്റെ 76ാം രക്തസാക്ഷി ദിനം കോൺഗ്രസ് ആചരിച്ചത് അദ്ദേഹത്തിൻ്റെ ചിത്രം വലിച്ചെറിഞ്ഞും തമ്മിൽ തല്ലിയും. അല്ലെങ്കിൽ തന്നെ അഭിനവ ഖദർധാരികളുടെ മനസ്സിൽ നിന്ന് എന്നേ അവർ ഗാന്ധിയെ പടിയിറക്കിയിരിക്കുന്നു. ഗോഡ്സെയുടെ പിന്മുറക്കാരോടൊപ്പം കൂടാൻ മടിയില്ലാത്ത ഇന്നത്തെ കോൺഗ്രസിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിച്ചുകൂടാ. മഹാത്മാവെ മാപ്പ് എന്നല്ലാതെ എന്തു പറയാൻ? തൃശൂർ വടക്കാഞ്ചേരിയിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസ് ഓഫീസിലാണ് നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് കൂട്ടത്തല്ലുണ്ടായത്. ഗാന്ധിജിയുടെ ഛായാചിത്രവും നിലവിളക്കും നിലത്തെറിഞ്ഞു തകർത്ത പ്രവർത്തകർ ഏറെ നേരം തമ്മിൽ തല്ലി. ബ്ലോക്ക് പ്രസിഡന്റ് ജയദീപും സംഘവും ഒരു ഭാഗത്തും മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലും സംഘവും മറുഭാഗത്തും എന്ന നിലയിൽ ചേരിതിരിഞ്ഞായിരുന്നു തമ്മിലടി. ഓഫീസിലെ കസേരകളും ജനൽ ചില്ലുകളും തല്ലി തകർക്കുകയും ചെയ്തു. ഗാന്ധി അനുസ്മരണ ചടങ്ങ് നേരത്തെ നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം എത്തിയതാണ് ഏറ്റുമുട്ടലിലെത്തിയത്. നേരത്തെ മുതൽ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ തമ്മിൽ പോരുള്ള സ്ഥലമായിരുന്നു വടക്കാഞ്ചേരി. സംഭവത്തിൽ KPCCക്കും DCCക്കും പരാതി നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് പറഞ്ഞു. ജയദീപിന് നേരെ അസഭ്യം മുഴക്കുകയും ഭീഷണിപ്പെടുത്തിയതായും നഗരസഭാ കൗൺസിലർ ആസാദിനെ ആക്രമിച്ചുവെന്നും ജയദീപ് പക്ഷം പറയുന്നു. മണ്ഡലം പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇവിടെ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് ഓഫീസിലെ കയ്യാങ്കളി എന്നാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വത്തിൻ്റെ ഇടപെടലില്ലാത്തതാണ് ഇപ്പോൾ കയ്യാങ്കളിയിൽ എത്തിയതെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. പടലപിണക്കങ്ങളും ഗ്രൂപ്പ് കളിയും അധികാരത്തർക്കവും തമ്മിലടിയുമെല്ലാം കോൺഗ്രസിൽ നിത്യസംഭവമാണെങ്കിലും നിലത്ത് വലിച്ചെറിയപ്പെടേണ്ടതാണോ ഗാന്ധി ചിത്രം എന്ന ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിന്നുയരുന്നത്. മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ ഗാന്ധി ചിത്രം തകർത്തതായി കോൺഗ്രസ് ആരോപിച്ചതും ഒടുവിൽ അന്വേഷണം നടന്നപ്പോൾ രാഹുലിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ചിത്രം തകർത്തതിന് പിടിയിലായതും ഓർത്തെടുക്കാം. അതായത് ഗാന്ധിക്ക് പുതുതലമുറ കോൺഗ്രസ് നൽകുന്ന വില എന്താണ് എന്ന് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്.